السلام عليكم ورحمة الله تعالى وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان بسم الله ما شاء الله كان ما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദുമാർ, ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാതാപിതാക്കളുടെ മഹത്വത്തെ കുറിച്ച് ഒന്ന് രണ്ട് സംസാരിച്ച് ഞാൻ നിർത്താം. അള്ളാഹു തൗഫീക്ക് നൽകുമാരാകട്ടെ. സാധാരണ രീതിയിൽ മാതാപിതാക്കളെ രണ്ട് രൂപത്തിൽ വേർതിരിക്കപ്പെടും. ഒന്നാമത്തേത്, ഞങ്ങളെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന സംസ്കരിക്കുന്ന മാതാപിതാക്കൾ, അത് ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തരുന്ന ഉസ്താദുമാരാണ്. രണ്ടാമത് ജസദിയായ മാതാപിതാക്കൾ, അത് ഞങ്ങളുടെ യഥാർത്ഥ ഉപ്പ ഉമ്മയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മാതാപിതാക്കളുടെ പവർ പറയുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിലിരുന്ന് സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു പ്രാവശ്യം പുഞ്ചിരിച്ചാൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി, നബിയെ, ലക്ഷങ്ങളോളം ചെലവഴിച്ച് കഷ്ടപ്പെട്ട് ഹജ്ജിലേക്ക് പോകുമ്പോൾ ഒരു പുഞ്ചിരിച്ചാൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണോ? ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ, എൻ്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് 100 പ്രാവശ്യം പുഞ്ചിരിച്ചാലോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 ഹജ്ജ, 100 ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമാണ്. അള്ളാഹു ഞങ്ങൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാരാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, യാ റസൂലല്ലാഹ് മൻ ഹഖ്ഖ ബിഹുസ്നി സ്വഹാബതി, ബന്ധം ചേർക്കൽ കൊണ്ട് ഏറ്റവും കടപ്പെട്ടവരാരാണ് നബിയെ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുക, സുമ്മ, പിന്നെ ആരാ നബിയെ? പിന്നെയും പറഞ്ഞു ഉമ്മുക. അങ്ങനെ 4ാമത് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സുമ്മ അബൂക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക് പരിശുദ്ധ ഇസ്ലാം സ്ഥാനമാനം നൽകിയിട്ടുണ്ട്. ഉമ്മാനെ ബഹുമാനിക്കണം, ഉമ്മാനെ ആദരിക്കണം. പരിശുദ്ധ ഇസ്ലാം അതിന് വലിയ സ്ഥാനമാനം പഠിപ്പിച്ചിട്ടുണ്ട്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, നിന്റെ ഉമ്മാന്റെ കാൽപാദത്തിലാണ് മോനെ സ്വർഗം. അതുകൊണ്ട് ഉമ്മാനെ നീ ബഹുമാനിക്കണം കേട്ടോ. ഉമ്മ പറഞ്ഞതുപോലെ അനുസരിക്കണം. എന്തിനധികം, നിസ്കാരമെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുമായുള്ള സംഭാഷണയാണ്. നിസ്കാരത്തിൽ നിസ്കാരമല്ലാത്ത പുറത്തിൽ നിന്ന് വല്ല പ്രവർത്തനം കൊണ്ടുവന്നാൽ അവന്റെ നിസ്കാരം ബാത്തിലാണെന്നാണ് ഫുഖഹാക്കൾ പഠിപ്പിച്ചത്. പക്ഷേ സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഉമ്മ വിളിച്ചാൽ, അത്യാവശ്യത്തിന് വേണ്ടി ഉമ്മ വിളിച്ചാൽ പ്രതികരിക്കണമെന്ന് അവിടുന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മഹാനായ ജുറൈജ് തങ്ങളെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? വലിയ ആബിദായിരുന്നു ജുറൈജ് തങ്ങൾ. പക്ഷേ നിസ്കരിക്കുന്ന സമയത്ത്, സുന്നത്ത് നിസ്കാരത്തിലാകുന്ന സമയത്ത് ഉമ്മ വിളിച്ചു. പക്ഷേ മഹാനായ ജുറൈജ് തങ്ങൾ പ്രതികരിച്ചില്ല. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അന്വേഷിക്കാൻ പോയില്ല. ഉമ്മാന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. പിന്നെ അതാ മഹാനായ ജുറൈജ് തങ്ങൾ വ്യഭിചാര ആരോപണത്തിൽ കുടുങ്ങുന്ന ആ ചരിത്രം ഞാനും നിങ്ങളും കേട്ടതാണ്. പിന്നെ ഉമ്മാന്റെ പൊരുത്തം ചോദിച്ച് മഹാനായ ജുറൈജ് തങ്ങൾ അവിടെ നിന്നതാ രക്ഷപ്പെടുന്നു. മുഅ്മിനീങ്ങളെ, ഉമ്മാന്റെ സമ്മതമില്ലാതെ ഹജ്ജിന് പോയ വ്യക്തി അവസാനം മടങ്ങിയെത്തുന്നത് ഏത് രൂപത്തിലാണെന്ന് അറിയാമല്ലോ. ഓ മുഅ്മിനീങ്ങളെ, ഗുഹക്കകത്തു
കുടുങ്ങിയ മനുഷ്യൻ അവസാനം അതാ തവസ്സുലായി റെക്കമെൻഡായി പറയുന്നത്, അന്നൊരു ദിവസം ഉമ്മ അത്യാവശ്യമായി ഒരു ഗ്ലാസ് പാല് ചോദിച്ചപ്പോൾ ഞാനതാ ഉമ്മാന്റെ അടുക്കൽ പാലുമായി കൊണ്ടുപോകുന്ന സമയത്ത് ഉമ്മ അവിടെ നിന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പാല് പിടിച്ച് സുബ്ഹി വരെ കാത്തു നിന്നു. ഇത് കണ്ട ഉമ്മ എനിക്ക് വേണ്ടി ദ്വാർന്നു. അങ്ങനെ അതാ ഈ സംഭവം, ഗുഹയിൽ കുടുങ്ങിയ മനുഷ്യൻ അവിടെ നിന്ന് അതാ തവസ്സുലായി പറയുന്ന ചരിത്രം ഞാനും നിങ്ങളും കേട്ടവരാ. മുഅ്മിനീങ്ങളെ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവൻ ദുനിയാവിൽ തന്നെ അനുഭവിക്കും. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കുല്ലു ദുനൂബ യഗ്ഫിറുല്ലാഹു മിൻഹാ മാ ശാ ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ. മോനെ, നീ ചെയ്ത സർവ്വ തെറ്റും അല്ലാഹ് പൊറുത്തു തരും. പക്ഷേ ഉമ്മാനെ വേദനിപ്പിച്ചിട്ടുണ്ടോ, ഉമ്മാനെ അവിടെ നതാ ഉമ്മാക്ക് വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ടോ എന്നാ നീ പേടിക്കണം കേട്ടോ. ഇനി ഞാൻ എൻ്റെ യുവാക്കളോട് യുവതികളോട് പറയട്ടെ, ഓ എൻ്റെ പ്രിയപ്പെട്ടവരെ, ലിബറലിസത്തിന്റെ കാലമാണ്. മൈ ലൈഫ് മൈ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഉമ്മാനോട് എതിർത്ത് സംസാരിക്കുന്നവരില്ലേ? അവിടെ നതാ നിനക്ക് വിവാഹം പ്രായത്തിയ സന്ദർഭത്തിൽ കഷ്ടപ്പെട്ട് നിന്റെ ഉമ്മ ഉപ്പ ഒരു ഇണയെ തേടി തന്നപ്പോൾ നിങ്ങൾ ആരാണിത് തീരുമാനിക്കാനെന്ന് പറഞ്ഞ് ഉമ്മാനോട് കയർത്ത് സംസാരിക്കുന്നവരില്ലേ? ഓ എൻ്റെ മോളെ, അതാ നീ ചെറുപ്പത്തിലുണ്ടാകുന്ന സമയത്ത് നീ നിന്റെ ജീവിതത്തിൽ ഇന്നേ വരെ നിന്റെ കാഷ്ടം നീ വലത് കൈകൊണ്ട് തൊട്ടിട്ടുണ്ടോ? നിന്റെ മലമൂത്രം നീ വലത് കൈകൊണ്ട് തൊട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ചെറുപ്പത്തിലുണ്ടാകുന്ന സമയത്ത് നിന്റെ ഉമ്മ നിന്റെ കാഷ്ടം വലത് കൈകൊണ്ട് കോരിയെടുത്തിട്ടുണ്ടടാ. നിന്റെ മൂത്രം വലത് കൈകൊണ്ട് ശുദ്ധീകരിച്ചിട്ടുണ്ടടാ. ആ ഉമ്മാനെ എതിർത്ത് സംസാരിക്കുമ്പോൾ, ചെറുപ്പത്തിൽ രോഗം പിടിച്ച് നീ അവിടെ നതാ പ്രയാസം കൊണ്ട് കിടക്കുമ്പോൾ ഉമ്മ ഉറങ്ങിയിട്ടില്ല. നിനക്ക് പ്രയാസം പോലെ ഉമ്മവും അവിടെ നിന്ന് വേദനിച്ച് നിന്നെ ശുശ്രൂഷിച്ചിട്ടില്ലേ? മോനെ, നീ ചെറുപ്പത്തിലുണ്ടാകുമ്പോ നിന്നൊന്നു അവിടെ നതാ നീ കിടന്നതിന് ശേഷം ഉമ്മൊന്നു കുളിച്ച് വൃത്തിയായി നിസ്കാരം കളാകുന്ന സമയമാകുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി പോയ സന്ദർഭത്ത് കുളിച്ചവിടെ നതാ വൃത്തിയായി ഉമ്മ നിസ്കരിക്കാൻ പോകുമ്പോൾ കുട്ടിയായ നീ ഒന്ന് കരയാൻ തുടങ്ങി. തൊട്ടിലുണ്ടായിരുന്ന നീ ഒന്ന് കരയാൻ തുടങ്ങി. പക്ഷേ ആ സമയത്തു ഉമ്മയതാ മോനെ എന്ന് വാരിയെടുക്കുമ്പോൾ ഉമ്മാന്റെ ശരീരത്തിലേക്ക് നീ മൂത്രം ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ ഉമ്മ വെറുത്തിട്ടില്ല. എന്തൊരു ശല്യം പിടിച്ച കുട്ടിയാണ്, ഇതെന്ത് ഒഴിവാക്കിയ എത്ര നന്നായിരുന്നെന്ന് ഉമ്മ ചിന്തിച്ചിട്ടില്ല. അന്ന് ഉമ്മ ഇത് എൻ്റെ ലിബറലിസം അല്ലേ, ഈ കുട്ടി ഇങ്ങനെ അടിമയായി, ഈ കുട്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ നോക്കണോ എന്ന് ചിന്തിച്ച് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ മോനെ ഇന്ന് നീ ഉണ്ടാകുമായിരുന്നോ? അതിനാണ് പറഞ്ഞതാ ഹദീസിൽ കാണാം, റിളർ റബ്ബി വരിളൽ വാലിദൈൻ വസഖ്തുർ റബ്ബി സഖ്തുൽ വാലിദൈൻ. അതാ മാതാപിതാക്കളെ തൃപ്തിയോട് കൂടെയാണ് അള്ളാഹുവിന്റെ തൃപ്തി. മാതാപിതാക്കൾ നിന്റെ കാര്യത്തിൽ ഓക്കെയാണോ? റബ്ബ് സുബ്ഹാനഹു തആല നിന്റെ കാര്യത്തിൽ ഓക്കെയാണെന്ന് അവിടുന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, ആ മാതാപിതാക്കൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ കുട്ടികളായി മാറണം. അള്ളാഹു തൗഫീഖ് നൽകുമാരാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.